ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രകൃതി ചികിത്സ കൊണ്ട് രോഗങ്ങളൊക്കെ മാറാൻ ഒരുപാട് കാലതാമസം എടുക്കുന്നു. അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സത്യത്തിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. കാരണം വർഷങ്ങളോളം ഈ രോഗദുരിതം അനുഭവിച്ചിട്ട് എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് എല്ലാ ചികിത്സയും കഴിഞ്ഞ് 10-15 വർഷത്തോളം രോഗദുരിതം അനുഭവിച്ച ആൾക്കാരെ ഞങ്ങളടുത്ത് വന്നിട്ട് 1 മാസം കിടന്നിട്ടാണ് പലപ്പോഴും രോഗം മാറുന്നത്. ഇനിയേറി വന്നാൽ ചിലപ്പോൾ 3-4 മാസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പല രോഗങ്ങളും മാറുന്നുണ്ട്, വളരെ പഴക്കമുള്ള രോഗം. അപ്പോൾ ഒരിക്കലും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ചും മരുന്നുകൾ കൊടുക്കുമ്പോൾ പല രോഗങ്ങളും കൂടുതൽ ശരീരത്തിൽ അധികരിക്കാൻ കാരണമാണ്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ ആസ്മ പോലത്തെ രോഗങ്ങളൊക്കെ വർദ്ധിക്കാൻ കാരണം, കൂടുതൽ അധികരിക്കാൻ കാരണമാണ്. ഞങ്ങൾ ആ ശരീരത്തിലെ കഫത്തെ മുഴുവൻ ഡിസ്ചാർജ് ചെയ്യുന്ന വിധത്തിലൊരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമോചനം കിട്ടുകയാണ്. അപ്പോൾ അതിനോട് തീരെ യോജിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, പല വേദികളിലും ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ ശരീരത്തിന് പിടിക്കുന്നതാണ്. ഈ അലോപ്പതി മരുന്ന് വളരെ പെട്ടെന്ന് മാറും എന്നുള്ളത്. ചില കേസിലൊക്കെ അത് പെട്ടെന്ന് ബോഡിയിൽ അഫക്ട് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിലെ ശരീരശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ പനിയൊക്കെ വരുമ്പോൾ പലരും പെട്ടെന്ന് തന്നെ ക്രോസിനോ പാരസെറ്റമോളോ കഴിച്ചിട്ട് വേഗം തന്നെ അത് മാറ്റും. അപ്പം അതിനാണ് ഫലം കൂടുതൽ എന്നുള്ളത് ആൾക്കാർ വിശ്വസിക്കും. അതിലെ യഥാർത്ഥ ശാരീരിക ശാസ്ത്രം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ ഈ മരുന്ന്, ഇംഗ്ലീഷ് മരുന്ന്, ഇപ്പോൾ സാധാരണ പനി വരുന്നത് നമ്മുടെ ആഹാരത്തിലൂടെ ഈ ശരീരത്തിലെത്തിയിരിക്കുന്ന മാലിന്യങ്ങളെ പലതും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പനി വരുന്നത്. ഈ പ്രതിചികിത്സരുടെ ഭാഷയിൽ ഒരിക്കലും രോഗങ്ങൾ നമ്മുടെ ശത്രുവല്ല, ഒരു മെയിൻറ്റെയിൻ വർക്ക്. ബോഡിയിൽ എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണികളൊക്കെ കൂടുതലും ടോക്സിൻ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി ബോഡി ഉണ്ടാക്കുന്ന ഒരു ക്രിയ ആയിട്ടാണ് കാണുന്നത്, രോഗങ്ങൾ കാണുന്നത്. അപ്പോൾ പ്രതിചികിത്സ രീതി അതിനോട് ആ പ്രാണശക്തിയുടെ ആ വിസർജന ക്രിയയോട് സഹകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ചികിത്സാ രീതി. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പം നടക്കുന്നു. സഹകരണം കൊണ്ട് ആ മാലിന്യ വിസർജനം പൂർണ്ണമായി എളുപ്പം നടക്കുന്നു. അതിന് സഹകരിച്ചു കൊടുക്കുക എന്നുള്ള. ഈ ഒരു പനി വരുന്ന സമയത്ത് പാരസെറ്റമോളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മളെ ഈ ഇന്റേണലായിട്ടുള്ള ബോഡി വിസർജിക്കേണ്ട മാലിന്യത്തെക്കാൾ മാരകമായ ഒരു വിഷവസ്തുവിനെ നമ്മൾ ആമാശയത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഉടനെ പ്രാണശക്തിക്ക് അതിനെതിരെ തിരിയേണ്ടി വരികയാണ്. അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അത് അകത്തെത്തി കഴിഞ്ഞാൽ. കാരണം പാരസെറ്റമോള് 2-3 ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ ആള് മരിച്ചു പോകും. പല പാരസെറ്റമോളും 3-4 ഒരുമിച്ച് കഴിച്ചാൽ സ്പോട്ടിൽ മരിച്ചു. അത്രമാത്രം സ്ട്രോങ് ആണ്. അപ്പൊ ഈ പാരസെറ്റമോൾ അകത്ത് ചെന്നാല് ഒരു അന്യവസ്തു, ശരീരത്തിലെ മാലിന്യത്തെ, ഭക്ഷണത്തിലൂടെ എത്തിയിരിക്കുന്ന മാലിന്യത്തെ പുറന്തള്ളാൻ ജീവശക്തി ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ മാരകമായ ഒരു വസ്തു അകത്ത് ചെല്ലുമ്പോൾ പ്രാണശക്തി ഈ പ്രവർത്തനങ്ങളെ നിർത്തി ഉടനെ ഇതിലേക്ക് തിരിയും. അങ്ങനെയാണ് പെട്ടെന്ന് രോഗശമനം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആന്റിബയോട്ടിക്സ് ഒക്കെ അത് ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത് ബോഡിയിൽ. ഒരുപാട് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പനിയൊക്കെ കുറഞ്ഞു ഒക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ക്ഷീണം മാറുന്നില്ല. അതിന് പല പ്രയാസങ്ങൾ ദിവസങ്ങളോളം നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഈ വിസർജന ക്രിയയെ തടയുന്നതിന് സമാനമായിട്ട് വരികയാണ്. അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഒരു മെസ്സേജ് ആയിക്കോട്ടെ അല്ലേ, ഇങ്ങനെ ഒരു കാര്യം